നമസ്കാരം. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഏറ്റുമാനൂരിനടുത്ത് പാറൊലിക്കലിൽ ഷൈനി എന്ന യുവതിയും തൻ്റെ 2 പെൺമക്കളും ഒരുമിച്ച് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. അത് അവരുടെ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ, വഴക്കുകളൊക്കെ കാരണമാണ് എന്ന് അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെ ചുങ്കത്ത്, അതായത് ഇവരുടെ ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ വീടായ തൊടുപുഴയിലെ ചുങ്കത്ത് ഉള്ള പള്ളിയിൽ ഇവരെ സംസ്കരിക്കാൻ എത്തിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അവരുടെ അയൽക്കാരും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളിൽ നിന്നുമൊക്കെ കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് എത്തുന്നത്. ഈ ഷൈനിയും ഭർത്താവ് നോബിയും 3 കുട്ടികളും, അതായത് ഈ ആത്മഹത്യ ചെയ്ത 2 പെൺകുട്ടികളല്ലാതെ എഡ്വിൻ എന്നു പേരായ ഒരു ആൺകുട്ടി കൂടി ഇവർക്കുണ്ട്. എന്നാൽ ഈ എഡ്വിൻ ഭർത്താവ് നോബിയുടെ തൊടുപുഴയിലുള്ള വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിരന്തരമായ പ്രശ്നങ്ങൾ, അതായത് ഷൈനി വിവാഹം ചെയ്ത നാൾ മുതൽ, ഷൈനി ആദ്യം നേഴ്സായിരുന്നു, വിദേശത്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിവാഹത്തിന് ശേഷം, ഈ ഷിപ്പിൽ ജോലി ചെയ്യുന്ന നോബിയുമായുള്ള വിവാഹത്തിന് ശേഷം ഷൈനിയെ പിന്നീട് ഇയാൾ ഒരു ജോലിക്കും അയച്ചിരുന്നില്ല. ജോലിയൊന്നും ചെയ്യേണ്ടതില്ല, വീട്ടിൽ ഒരു വീട്ടുകാരിയായിട്ട് ഇരുന്നാൽ മതി എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. എങ്കിൽ പിന്നീട് ഷൈനി ആ വീട്ടിലെ ഒരു ജോലിക്കാരിയായി മാറുന്ന അന്തരീക്ഷം അല്ലെങ്കിൽ അവസ്ഥയായിരുന്നു എന്നാണ് ഇവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നത്. നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഈ കാലക്രമേണ മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും വലിയ തോതിലുള്ള കുടുംബ പ്രശ്നങ്ങളിലേക്ക് ഷൈനിയും നോബിയും എത്തിച്ചേരുകയായിരുന്നു. പിന്നീട് അത് മക്കളിലേക്കും വ്യാപിച്ചു. നിരന്തരമായ ക്രൂരമായ പീഡനങ്ങൾ മൂലം വീട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെയാണ് ഈ ഷൈനിയും 2 പെൺമക്കളും ചേർന്ന് തൻ്റെ സ്വന്തം നാടായ ഏറ്റുമാനൂരിലെ പാറൊലിക്കലിലെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയ ശേഷം എന്തെങ്കിലും ജോലി ചെയ്ത് മക്കളെ പോറ്റാം എന്നുള്ള ചിന്തയായിരുന്നു ഷൈനിക്ക്. എന്നാൽ പല ആശുപത്രികളിലും, കാരണം നേഴ്സായതിനാൽ ആശുപത്രിയിൽ എവിടെയെങ്കിലും ഒരു നഴ്സായി ജോലി കിട്ടുമെന്നാണ് ഷൈനി പ്രതീക്ഷിച്ചത്. ഷൈനി പല ആശുപത്രിയിലും നേഴ്സിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തുവെങ്കിലും ഒരുപാട് കാലദൈർഘ്യം ഇവരുടെ ജോലിക്ക് ഉണ്ടായി എന്ന കാരണം കൊണ്ടാണ് ഇവരെ പിന്നീട് ആ ജോലിയിലൊന്നും പ്രവേശിപ്പിക്കാത്തത് എന്നാണ് ഷൈനി കരുതിയത്. പക്ഷേ ഇവരുടെ ഭർത്താവായ നോബിയുടെ സഹോദരൻ ഒരു ഫാദറാണ്, ബോബി. ആസ്ട്രേലിയയിലുള്ള ഫാദർ ബോബിയുടെ നിർബന്ധം കൊണ്ടാണ് ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദം കൊണ്ടാണ് ഒരു സ്ഥാപനത്തിലും, കോട്ടയത്തിനുള്ള പല സ്ഥാപനങ്ങളിലും ഷൈനി ജോലിക്ക് ശ്രമിച്ചുവെങ്കിലും ഒരു സ്ഥാപനത്തിലും ഇവരെ ജോലിക്ക് കയറ്റാത്തത് ഈ നോബിയുടെ സഹോദരന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നുള്ള വാർത്തകളാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഷിപ്പിൽ ജോലിയുള്ള നോബി വർഷത്തിൽ 3 മാസം മാത്രമാണ് തൊടുപുഴയിലെ ചുങ്കത്തുള്ള വീട്ടിലെത്തുക. ബാക്കി സമയമൊക്കെ ഷിപ്പിലും ഒക്കെ ആയിരിക്കും ചെലവഴിക്കുക എന്നറിയുന്നു. ഈ നാട്ടിലെത്തി കഴിഞ്ഞാൽ നോബിയുടെ കടുത്ത ക്രൂരമായ പീഡനങ്ങൾ ഷൈനിക്കും മക്കൾക്കും ഏൽക്കേണ്ടി വരുന്നു. ഇനി നോബി ഇല്ലാത്ത അവസരത്തിൽ നോബിയുടെ മാതാപിതാക്കളും സഹോദരനും ചേർന്നായിരുന്നു ഇത്തരം ക്രൂരമായ പീഡനങ്ങൾ ഷൈനിയുടെ മേൽ ചുമത്തിയിരുന്നത്. അങ്ങനെ ഈ പീഡനങ്ങളിൽ നിന്നും മനംനൊന്ത് ആണ് ഷൈനി ഏറ്റുമാനൂരിലെ പാറൊലിക്കലിലേക്കുള്ള വീട്ടിലെത്തിയത്. അവിടെ എത്തിയിട്ടും ജീവിക്കാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടാകാത്തതിനെ തുടർന്നുള്ള മാനസികമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ ഷൈനിയും 2 പെൺമക്കളും, അത് നല്ല സുന്ദരികളായ മാലാഖമാരെ പോലുള്ള 2 പെൺമക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഷൈനി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് എന്നാണ് അറിയുന്നത്. എന്നാൽ ഏറ്റുമാനൂരിലെ പള്ളിയിലായിരിക്കും ഷൈനിയുടെയും മക്കളുടെയും അടക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ സംസ്കാരം ഉണ്ടാവുക എന്നാണ് നാട്ടുകാരൊക്കെ കരുതിയത്. അങ്ങനെ പാറൊലിക്കലുള്ള വീട്ടിലേക്ക് ആളുകൾ, അയൽവക്കക്കാരും ബന്ധുക്കളും ഒക്കെ ഒഴുകിയെത്തിയപ്പോൾ ഈ നോബി, അതായത് ഷൈനിയുടെ ഭർത്താവായ നോബി, അവിടേക്ക് ഒരു ആംബുലൻസിൽ 3 ആംബുലൻസുമായി എത്തുകയും ഇത് തൻ്റെ ഭാര്യയും മക്കളുമാണ്, തൻ്റെ വീടായ സ്വദേശമായ തൊടുപുഴയിലെ ചുങ്കത്തേക്ക് ഇവരെ കൊണ്ടുപോകണം, ചുങ്കത്തെ ജ്ഞാനായപ്പള്ളിയിലായിരിക്കും, സെന്റ് മേരീസ് ജ്ഞാനായപ്പള്ളിയിലായിരിക്കും ഇവരെ അടക്കുക എന്ന് നോബിയുടെ മകൻ എഡ്വിനെ കൊണ്ട് ശരിക്കും പറയിപ്പിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം മകന്റെ ആഗ്രഹം, അമ്മയെ എവിടെ അടക്കണമെന്നത് മകന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുകയായിരുന്നു ബന്ധുക്കൾ പിന്നീട് നിർബന്ധത ചെയ്തത്. അങ്ങനെ നിർബന്ധ ബുദ്ധിയോടുകൂടി നിർബന്ധം ചെലുത്തി ഈ ഷൈനിയുടെയും 2 മക്കളുടെയും മൃതദേഹങ്ങൾ തൊടുപുഴയിലെ ചുങ്കത്തെ സെന്റ് മേരീസ് പള്ളിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അതിന് പോലീസ് വലിയ തോതിൽ പ്രൊട്ടക്ഷൻ കൊടുത്തു എന്നുള്ള പരാതിയും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇത് ശരിക്കും ഏറ്റുമാനൂരിലെ പാറൊലിക്കൽ പള്ളിയിൽ അടക്കേണ്ട മൃതദേഹമായിരുന്നു. അങ്ങനെ അവിടെ നിന്നും വലിയ തോതിലുള്ള പോലീസിന്റെ സമ്മർദ്ദത്തെ തുടർന്ന്, അവരുടെ നിർബന്ധത്തെ തുടർന്നാണ് തൊടുപുഴയിലേക്ക് മാറ്റിയത്. എന്നാൽ തൊടുപുഴയിലെ നോബിയുടെ വീട്ടിൽ ഒരു ബന്ധുക്കൾ പോലും എത്തിയില്ല എന്നുള്ള വലിയ വിമർശനവും ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിന് പ്രധാന കാരണം നോബിയുടെയും വീട്ടുകാരുടെയും
ഈ വൈരാഗ്യ മനോഭാവവും ക്രൂരമായ നടപടികളും തന്നെയാണ് എന്നാണ് അറിയുന്നത്. നിരന്തരമായി ഈ പെൺകുട്ടിയെ, ഷൈനി എന്ന പെൺകുട്ടിയെയും ഇവരുടെ മക്കളെയും നോബിയും നോബിയുടെ കുടുംബവും നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന് ചുക്കാൻ പിടിച്ചിരുന്നത് ഇവരുടെ സഹോദരൻ, നോബിയുടെ സഹോദരനായ ഒരു ഫാദർ ബോബി എന്ന ആളാണ് എന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കൊലപാതകമല്ല, ഒരു ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നാട്ടുകാർ എത്തുന്നത്. കാരണം ഇവരെ നിർബന്ധിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു നോബിയും അതുപോലെ തന്നെ അവരുടെ സഹോദരൻ ബോബിയും വീട്ടുകാരും ചേർന്ന് ഒരു നിർബന്ധത്തിൽ വഴങ്ങി, ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇവരുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിട്ട് ആത്മഹത്യ ചെയ്തതാണ് ഷൈനിയും മക്കളും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ചുങ്കത്തെ പള്ളി, നോബിയുടെ വീട്ടിലേക്ക് ആളുകൾ എത്തിയില്ല എങ്കിലും ചുങ്കത്തെ പള്ളിയിൽ ഷൈനിയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ കാണുവാനും അതിന്റെ അവസാന ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും ഒക്കെയായി ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ച കൂടി കണ്ടു. ഈ എഡ്വിൻ എന്ന മകനെ നോബി നേരത്തെ തന്നെ കൈവശപ്പെടുത്തിയിരുന്നു എന്നുള്ള പരാതികളും ഇപ്പോൾ നാട്ടുകാരിൽ നിന്ന് ഉയരുന്നുണ്ട്. അതായത് ഈ എഡ്വിനെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഷൈനിക്കെതിരെ ഈ നോബി ചരട് വലിച്ചിരുന്നത് എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. കാരണം എന്തിനും നോബിന് പ്രൊട്ടക്ഷനുമായി, നോബിന്റെ ആജ്ഞാനുവർത്തിയായിട്ട് എഡ്വിൻ എന്ന മകനെ നിർത്തിയിരുന്നത് കൊണ്ട് തന്നെ ഷൈനിക്ക് അങ്ങനെയും ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട് എന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ കുഞ്ഞുങ്ങൾ, അതായത് തന്റെ 2 പെൺകുട്ടികൾ അനാഥരായി പോകുന്നു, അവർക്ക് വീണ്ടും ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നും ഷൈനി പലപ്പോഴും പലരോടായി പറഞ്ഞിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിനൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഷൈനി ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യയിലേക്ക് ഒടുവിൽ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അഭയം പ്രാപിച്ചത് എന്നുള്ള വാർത്തകളും ഇപ്പോൾ നിറയുകയാണ്. എന്തായാലും ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകത്തിന് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ച, കൊലപാതകത്തിന് തുല്യമായ ആത്മഹത്യയിലേക്ക് നയിച്ച ഇവരുടെ ഈ ഷൈനയുടെ ഭർത്താവ് നോബിയെയും ഇവരുടെ സഹോദരൻ ബോബിയെയും ഇവരുടെ കുടുംബത്തെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഒന്നടങ്കമുള്ള ആവശ്യം.